2030 വരെ ഇന്ത്യയിൽ 2300 പൈലറ്റുമാരുടെ കുറവുണ്ടാവും അത്രേ. എന്ന് പറഞ്ഞാൽ പൈലറ്റ് കോഴ്സിന് അത്രത്തോളം ഡിമാൻഡ് ആ കാലഘട്ടം വരെയെങ്കിലും ഉണ്ടാവും എന്നാണ് പറയുന്നത്. പൊതുവേ ഈ പൈലറ്റ് കോഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട മേഖല ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഒരു 5-6 കൊല്ലം നല്ലോണം ഡിമാൻഡ് ഉണ്ടാവും, പിന്നെ താഴോട്ട് പോകും, പിന്നെ വീണ്ടും വരും, ഇങ്ങനെയാണ്. പക്ഷേ 2030 വരെ ഡിമാൻഡ് ഉണ്ടാവും എന്നത് സന്തോഷമുള്ള ഒരു വാർത്തയാണ്. ഈ പൈലറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഒരു വ്യവസ്ഥാപിതമായ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ്. DGC ആണ് ഇത് അപ്രൂവ് ചെയ്തിരിക്കുന്നത്, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ദെൻ ഫ്ലൈയിങ് ട്രെയിനിങ്ങിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗ്രൗണ്ട് ടെസ്റ്റിന് 5 പേപ്പറുകളുണ്ട്. ദെൻ ആ ടെസ്റ്റിൻ്റെ ഒപ്പം തന്നെ ക്ലാസ് 2 മെഡിക്കൽ ടെസ്റ്റ് പാസ്സാവേണ്ടതുണ്ട്. ദെൻ ക്ലാസ് 2 മെഡിക്കൽ ടെസ്റ്റ് പാസ്സായി 5 പേപ്പറുകളും പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ പോകുന്നത് ഫ്ലൈയിങ്ങിലേക്കാണ്. ഫ്ലൈയിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ക്ലാസ് 1 മെഡിക്കൽ ടെസ്റ്റ് കൂടി ഒന്ന് പാസ്സാവുന്നത് നല്ലതാണ്. ദെൻ ഈ ക്ലാസ് 1 മെഡിക്കൽ ടെസ്റ്റ് ശരിക്കും വേണമെങ്കിൽ CPL മുമ്പ് ചെയ്യാം, പക്ഷേ നേരത്തെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ദെൻ അതോടൊപ്പം ഒരു റേഡിയോ ടെലിഫോണി ടെസ്റ്റും ഉണ്ട്. ദെൻ കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റും ഉണ്ട്. 200 hours ക്രോസ് കൺട്രി, ദെൻ നൈറ്റ് ലാൻഡിങ്, ഫ്ലാറ്റ് ലാൻഡിങ്, സോളോ പൈലറ്റിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് 200 മണിക്കൂർ ഫ്ലൈയിങ്ങും കഴിഞ്ഞ് ടെസ്റ്റ് എഴുതി പാസ്സായി CPL കിട്ടും. CPL കിട്ടിയത് കൊണ്ട് മാത്രം ഒരാൾ പൈലറ്റ് ആവുന്നില്ല, മറിച്ച് ടൈപ്പ് റേറ്റിംഗ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ വിമാനങ്ങളിലാണ് പരിശീലനം നടത്തുന്നതെങ്കിൽ പിന്നീട് ടൈപ്പ് റേറ്റിംഗിൽ നമ്മൾ A320, A350, ദെൻ A777 ഒക്കെ വെച്ചിട്ടാണ് ട്രെയിനിങ് തരിക. ഈ ട്രെയിനിങ്ങും കൂടി കംപ്ലീറ്റ് ചെയ്താലാണ് ഒരാൾ പൂർണ്ണമായിട്ടൊരു പൈലറ്റ് ആവുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന വീഡിയോ ഉണ്ട്, അത് ശ്രദ്ധിക്കുക. ബൈ.